വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഒരു അസൂയോട് ചോദിക്കുകയാണ്, താങ്കളുടെ ഈ വാചകമടിയുടെ രഹസ്യവും സൗന്ദര്യത്തിന്റെ രഹസ്യം, ഒപ്പം അദ്ദേഹത്തിന്റെ ഈ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധം, ഇത് എന്തെങ്കിലും ഇല്ല ഉത്തരം പറഞ്ഞില്ല. താങ്കളുടെ വാചകമടിയുടെയും സൗന്ദര്യത്തിന്റെയും ഒപ്പം മമ്മൂട്ടിയുടെ എന്തെങ്കിലും എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വാചകം അടിക്കുമായിരുന്നു. ഇതിനൊരു പരിശീലനമുണ്ടല്ലോ. നമ്മൾ സൗഹൃദങ്ങളിൽ അല്ലാത്ത ഇടങ്ങളിലെല്ലാം നിരന്തരമായി സംസാരിക്കുകയും സംവേദിക്കുകയും ചെയ്ത് റെഗുലറായിട്ട് ഇത് ചെയ്ത് നമുക്ക് ഇതിന് വാക്കുകൾക്ക് വേണ്ടി അലയേണ്ട ഒരവസ്ഥ ഇല്ലാതെ വരുന്നു. പിന്നെ ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ആൾക്കാർ ഇതിന്റെ ചില നർമ്മങ്ങളുടെയൊക്കെ ലോജിക്കൊക്കെ, ഞാൻ ചില തമാശ കഥകൾ പറഞ്ഞതിൻ്റെയൊക്കെ താഴെ ലോജിക്ക് ആലോചിച്ചിട്ട് ഇവിടുന്ന് ഇവൻ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ, ഇവൻ അന്ന് അവിടെ പാലം ഉണ്ടായിരുന്നു. ഞാനൊരു കഥ പറഞ്ഞു. മുളന്തുരുത്തി ഭാഗത്തൊരു റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഒരു ചെറിയ റെയിൽവേ ട്രാക്കാണ്, ട്രെയിൻ പോയിട്ട് പോകാമെന്നും പറഞ്ഞ് എൻ്റെ ഡ്രൈവർ കുറേ നേരം നിർത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അതൊരു ടോളായിരുന്നു, റെയിൽവേ ക്രോസ് അല്ലായിരുന്നു. ഒരാൾക്ക് 2 രൂപ എടുത്തപ്പോൾ അയാൾ പോലും പൊക്കി തന്നു, ഞങ്ങൾ പോവുകയും ചെയ്തു രാത്രി. അപ്പം ഒരുപാട് പേര് എന്ത് കഥയാണ്, ആ വഴിയിൽ അങ്ങനെ ഒരു ടോളില്ലല്ലോ. ഇത് 15 രൂപ മുമ്പായി ടോളുള്ളത്, അതറിയാത്തവൻ വന്ന് ഈ ചീത്ത പറയാണ്. അപ്പൊ ഞാനത് പറഞ്ഞത്, നമുക്ക് തള്ളായിട്ടും വാചകമടിയായിട്ടും തോന്നുന്നത് വാചകമടി തന്നെ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടന്റ് ഉണ്ടാക്കപ്പെടുന്നത് കൊണ്ടാണ്. അതിനൊരു നിശ്ചയ ദൈർഘ്യം വേണം. അപ്പം ചില സമയത്ത് നമുക്ക് തിരിച്ചും പറ്റും. ഇപ്പം ഞാൻ ബഡായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ള, ഇപ്പൊ ഉദാഹരണം ഗീത എന്ന് പറയുന്ന നടി വരും. ആ നടിയോട് ഞാൻ പഞ്ചാഗ്നിയെ കുറിച്ച് ചോദിച്ചു, എന്നിട്ട് സിനിമകളെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ഇവര് വളരെ മിതമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു വാക്കിൽ ഉത്തരം പറയും, 1/2 വാക്കിൽ ഉത്തരം പറയും. പിന്നെയും 1.5 മണിക്കൂർ എപ്പിസോഡ് വേണം. ഞാൻ ഇരുന്ന് 1.5 മണിക്കൂർ ഇത് എത്തിച്ചു. ഇതിന്റെ പിറ്റേ ദിവസം നമ്മൾ വഴിയിലിറങ്ങുമ്പം നിന്റെ വർത്തമാനം കേൾക്കാനല്ല ഞങ്ങൾ ഈ പരിപാടി കാണുന്നത്, ഗീതയെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കേൾക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇതിന് ബാധ്യസ്ഥനായി പോയി. അപ്പം അത് പലപ്പോഴും ഒരു വാചകടിയായിട്ട് തോന്നുന്നു. വാചകടിക്കുന്ന പരിപാടികൾ കാണുന്നതുകൊണ്ടാണ്. അല്ല ഞാൻ മിണ്ടായിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ വന്ന് നോക്കും, ഭാര്യ ഞാൻ മിണ്ടത്തന്നെ ഒരു സ്ഥലത്ത് പോലെ സൗന്ദര്യത്തിന് രഹസ്യം പറഞ്ഞില്ല. മമ്മൂട്ടിക്ക് അതിൽ പങ്കുണ്ടോ? അതിൽ പങ്കുമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ദുൽഖർ സൽമാന്റെ സൗന്ദര്യത്തിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് സൗന്ദര്യത്തിന് ജനറ്റിക്കലായിരിക്കും എന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ സത്യത്തിൽ ഈ മറ്റേ മുത്തശ്ശിയുടെ കാച്ചി വെളിച്ചെണ്ണ തേക്കുന്ന അങ്ങനെയൊക്കെ പറയാനുള്ള പരിപാടികളിലൊന്നും കാര്യമായിട്ടില്ല. ഷുഗർ കഴിക്കാത്തതാണോ? ഷുഗർ കഴിക്കില്ല, ചോറ് കഴിക്കില്ല, എല്ലാം കഴിക്കും. നല്ല കൈ അടുത്ത കഴിച്ചു തുടങ്ങിയത് തന്നെ. അപ്പൊ നല്ല കഴിവ് കഴിക്കുന്നുണ്ട്. അതിനങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഏതാണ്ട് ഫുൾ ടൈം പരസ്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ATM-ന്റെ പിന്നും മൊബൈലിന്റെ ലോക്കും അല്ലാണ്ട് ഒരു രഹസ്യം എനിക്കില്ല. അത്രയും പരസ്യമായിട്ട് ജീവിക്കുന്ന ആളാണ്. നമ്മുടെ സമയം വേണമെങ്കിൽ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.